അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങളിലേക്ക് വിശ്വാസികൾ അടുക്കുകയാണ്. കനത്ത ചൂടാണ് സൗദി അറേബ്യയിലുള്ളത്. ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ആളുകളാണ് ഈ വർഷം ഹജ്ജിനെത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരുപാട് പേര് ഹജ്ജിന് പോയി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത്, ചില ആളുകളുടെ ഹജ്ജ് ഒരിക്കലും സ്വഹീഹാവുകയില്ല. അത്തരം ഹജ്ജ് ഹറാമാണ് എന്ന് അവിടുത്തെ ഈ ഗ്രാൻഡ് മുഫ്തിയുടെ ഒരു പ്രഖ്യാപനം വന്നിരുന്നു. നമ്മൾ വളരെ ഗൗരവപ്പെട്ട് ചിന്തിക്കേണ്ട ഒന്നാണ്. ഈ രൂപത്തിൽ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഹജ്ജ് ഒരിക്കലും സ്വഹീഹ് അല്ല, അത് ഹറാമായ രൂപത്തിലാണ്. ഹജ്ജിന് പോകുന്ന ഓരോ ആളുകളും, ഹജ്ജിനെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ അറിയേണ്ട ഒന്നാണ്. കൂട്ടത്തിൽ നമ്മളൊരു കാര്യം പറയണം. ഇന്ന് നമ്മുടെ കാരശ്ശേരി കക്കാട് മൂലയിൽ ഒരു മുക്കം സ്വദേശി, അത് കോഴിക്കോട് മുക്കത്തുള്ള സാലിം എന്ന പേരിലൊരു 37കാരൻ മദീനയിലേക്ക് പോകുന്നതിനിടെ, റിയാദിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നതിനിടെ അറ്റാക്ക് വന്നിട്ട്, ഡ്രൈവിങ്ങിനിടെ അറ്റാക്ക് വന്ന് മരിച്ചൊരു സംഭവമുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കൊക്കെ ആ ഒരു സലീമിനെ അറിയുന്നുണ്ടെങ്കിൽ പ്രത്യേകം വിവരം കമൻറ്റ് ചെയ്യുക. ആ ഒരു യുവാവിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഹനാക്കിയ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഹൃദയാഘാതം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വഴിമധ്യേ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാവുകയായിരുന്നു. വർഷങ്ങളോളം സൗദിയിലും ഖത്തറിലൊക്കെ പ്രവാസിയായ ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അപ്പോൾ സൗദിയിലേക്ക് വീണ്ടും പ്രവാസിയായിട്ട് എത്തിയത്. ആ ഒരു വർഷമാകുന്നേ ഉള്ളൂ നാട്ടിൽ നിന്ന് വന്നിട്ട്. ആ നാട്ടിൽ ബസ് ഡ്രൈവറായിട്ടൊക്കെ ജോലി നോക്കിയ ഒരു സാധാരണ മനുഷ്യൻ, ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരാളാണ്. സദവാ കൂട്ടായ്മ, മാസ്രിയ തുടങ്ങിയ സംഘടന അംഗമൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് അങ്ങനെ അറ്റാക്കായിട്ട് മരിച്ചത്. നസീബ എന്നാണ് ഭാര്യയുടെ പേര്. 16ഉം 14ഉം 5ഉം വയസ്സുള്ള 3 മക്കളാണ് ആ മനുഷ്യൻക്കുള്ളത്. ഏതായാലും നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് സൗദിയിൽ തന്നെയാണ് ഖബറടക്കുന്നത്. അപ്പോൾ ആ ഒരു മരണപ്പെട്ടൊരു മനുഷ്യർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും അർഹമത്തും ഒക്കെ പ്രദാനം ചെയ്യട്ടെ. ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഒരു നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും ഒരു മനുഷ്യൻ്റെ ആമീൻ അള്ളാഹു സ്വീകരിച്ചാൽ അതിനോളം വളരെ വലിയൊരു നന്മ മറ്റൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹജ്ജിന് ചില ആളുകളുടെ ഹജ്ജ് സ്വഹീഹ് അല്ല, അത്തരം ആളുകളുടെ ഹജ്ജ് ഹറാമാണെന്ന് സൗദിയിലെ ഗ്രാൻഡ് മുഫ്തിയായ വലിയ പണ്ഡിതനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പെർമിറ്റ് ഇല്ലാതെ ഹജ്ജ് ചെയ്യുക. പെർമിറ്റില്ലാതെ ഹജ്ജ് ചെയ്യുന്ന അസ്വീകാര്യം. നമ്മൾ ഹജ്ജിന് വേണ്ടിയിട്ട് നമുക്ക് യാത്ര ചെയ്യാനുള്ള കഴിവുണ്ട്, നമുക്ക് അവിടുന്ന് പണം മുടക്കാനുള്ള കഴിവുണ്ട്, ഇതൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് വ്യാജ നുസുക്ക് കാർഡിൽ കൂടെ ഉണ്ടാക്കിയിട്ട് ഹജ്ജ് പോയാൽ അങ്ങനെ ഒരുപാട് പേര് അവിടെ ഹജ്ജിന് വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഹജ്ജ് വന്നാൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും. അതുകൊണ്ട് അത് സൗദി അല്ലല്ലോ തീരുമാനിക്കൽ, അല്ലല്ലേ തീരുമാനിക്കൽ എന്ന് കരുതുന്ന കുറേ ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഒരു സർക്കാരിനെ അനുസരിക്കുക എന്നുള്ളതാണ് അച്ചടക്കമുള്ള വിശ്വാസിയുടെ ഒരു ഭാഗം. അപ്പോൾ അനുമതി പത്രമില്ലാതെ ഹജ്ജ് ചെയ്യൽ പാപം, ഹറാമാണെന്നും ഇതൊരിക്കലും സ്വഹീഹല്ല എന്നുമാണ് സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് പറയുന്നത്. കുത്തിവെപ്പ് ഉൾപ്പെടെ ആവശ്യമായ പ്രതിരോധ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അത് പാലിക്കണം, അത് നിർബന്ധമാണെന്നും പറയുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 12 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇതുവരെ മക്കയിലെത്തിയിട്ടുള്ളത്. എല്ലാ തീർത്ഥാടകർക്കും മികച്ച സേവനം ഉറപ്പാക്കാൻ സർക്കാർ സന്നദ്ധാവത്തിലാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വ്യാജ രീതിയിലുള്ള ഈ ഹജ്ജിൻ്റെ അനുഷ്ഠാനങ്ങളിലേക്ക് ആളുകൾ കടക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും കാറ്റിൽ പറത്തും. ഈ ഹജ്ജിനെ കുറിച്ചൊക്കെ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ, ഇലക്ട്രോണിക് തട്ടിപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. നമ്മൾ കരുതും ഹജ്ജിലെ എല്ലാ കാര്യവും കറക്റ്റ്, പക്ഷേ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് മാത്രം ചില ആളുകൾ പ്രതിജ്ഞാബദ്ധരായിട്ട് നിൽക്കുക തോന്നും. 20ലധികം രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര ക്യാമ്പയിൻ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ സൗദി ആരംഭിച്ചിട്ടുണ്ട്. അനുമതിയില്ലാതെ ഹജ്ജ് പാടില്ല എന്ന തലക്കെട്ടിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ രാജ്യത്തിനകത്തും ശക്തമായ ക്യാമ്പയിൻ നടക്കുന്നത്. ഇതിങ്ങനെ നടത്താൻ കാരണം ഒരുപാട് പേര് ഇപ്പോഴും വിശ്വസിക്കുന്നത് അള്ളാഹു പറഞ്ഞതുപോലെ ഞങ്ങൾ ഹജ്ജ് ചെയ്യും, അതിന് സൗദി സർക്കാരിൻ്റെ കാർഡ് വേണ്ട. അതല്ല ശരിക്ക്. ഇങ്ങനെ ഹജ്ജിൻ്റെ പെർമിറ്റ് ഇല്ലാത്തവരെ മക്കയിൽ കടത്താൻ ശ്രമിച്ച ആളുകൾക്ക് നല്ല ശിക്ഷയും കിട്ടുന്നുണ്ട്. ഒരുപാട് അത്തരം കാര്യങ്ങളിലൊക്കെ അവർക്കെതിരെ നടപടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ വിഷയം സൂചിപ്പിച്ച പലരും പറഞ്ഞു, അതൊന്നും ഒരു ഹറാമായ സംഗതിയല്ല എന്ന് കരുതുന്നവരാണ് പലരും. കൂട്ടത്തിൽ ഹജ്ജ് ആഗ്രഹിച്ച ഒരാളാണെങ്കിൽ ആ ആൾക്ക് ആ നുസുക്കോട് കൂടി തന്നെ വരുന്നൊരു ഭംഗി ഇത് ഞാൻ പറയാൻ കാരണം, 2023 ഹജ്ജിന് വന്നൊരു പാകിസ്ഥാൻ പൗരനെ കുറിച്ചുള്ളൊരു ചരിത്രം. ഇത് മുമ്പെങ്ങോന്ന ചരിത്രമല്ല, പത്രങ്ങളിൽ വന്നൊന്നാണ്. 15 വർഷം ആടിനെ മേച്ചുകൊണ്ട് ഉംറ നിർവഹിച്ചൊരു മനുഷ്യൻ ശേഷം ഹജ്ജിന് രാജകീയ അതിഥിയായിട്ട് സൗദി ഭരണകൂടം തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഒന്നാലോചിച്ച് ലോകമാധ്യമങ്ങളിലും അറബ് മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായിരുന്നു സംഭവം. അബ്ദുൽ ഖാദർ എന്നൊരു മനുഷ്യൻ, കരാസ ബലോച്ച് എന്ന പാകിസ്ഥാൻ സ്വദേശിയാണ്. കരാസ ബലോച്ച് സ്വന്തം പേരിലല്ലാത്ത വിജനമായ ഭൂമിയിൽ കുടിൽ കെട്ടിയിട്ട് താമസമാക്കിയ ഒരു പാവം വൃദ്ധൻ.
മുള്ളുള്ള മരങ്ങൾ കൊണ്ട് കുടിലിന് വേലി കെട്ടിയൊരു മനുഷ്യൻ. ആളുകളും വളരെ നാമമാത്രമായ അച്ചുപാറ ഗ്രാമം. അവിടെ വൈദ്യുതി പോലുമില്ല. മൊബൈൽ ഫോൺ എന്താണെന്ന് പോലും അറിയാത്തൊരു നാട്. നെറ്റ്വർക്ക് സംവിധാനമില്ല. എന്നാൽ അള്ളാഹുവുമായുള്ള ബന്ധം, അതിതീവ്രമായ ബന്ധം. അള്ളാഹുവിൻ്റെ കഅബ സന്ദർശിക്കണമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് നെഞ്ചകത്ത് മുഴുവനും വിശുദ്ധ കഅബ നെഞ്ചേറ്റ് വെച്ചൊരു മനുഷ്യനായിരുന്നു. കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യുക, ലോകത്തിൻ്റെ കാരുണ്യം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാരുണ്യത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുക, സലാം നൽകുക, സംസം കുടിക്കുക, മിന അറഫ സന്ദർശിക്കുക, സഫാ മറുവ കയറുക, അങ്ങനെ സ്വപ്നങ്ങൾ കണ്ടിരുന്നൊരു ആട്ടിടയനായിരുന്നു അദ്ദേഹം. പക്ഷേ പ്രതീക്ഷയുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് അറബിക്കടൽ കടന്ന് ഹബീബായ നബിയുടെ നാട്ടിലേക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. കാരണം പണമില്ലായിരുന്നു. അങ്ങനെ പണം ആവശ്യമുണ്ട് മനുഷ്യൻക്ക്. നാവിൽ രുചിയുണ്ടെങ്കിൽ അത് മധുരമാക്കാൻ കഴിയില്ലല്ലോ. ഈ പ്രതീക്ഷ സാധ്യമായതിലും അപ്പുറമായിരുന്നു. എന്നാൽ സ്നേഹത്തിൻ്റെ രുചി സ്നേഹത്തെക്കാൾ ഉയർന്നതാണ്. താങ്ങാവുന്ന വില എന്നൊരു സാധനം ഇല്ല. പ്രായത്തിൻ്റെ അക്ഷയമായ ആ ഒരു സത്തയില്ലെന്ന് ആ മനുഷ്യൻക്ക് അള്ളാഹു കൊടുത്തൊരു അനുഗ്രഹം. ബാബാജി അബ്ദുൽ ഖാദർ ഒരു സാധാരണ ഇടയനായിരുന്നു. മറ്റുള്ളവരുടെ ആടുകളെ വളർത്തിയാണ് ഈ മനുഷ്യൻ ഉപജീവനം നടത്തിയിരുന്നത്. ഹജ്ജിൻ്റെ പ്രാർത്ഥന എങ്ങനെ മധുരമാക്കാം? ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം അത് അസാധ്യമായിരുന്നു. വർഷം മുഴുവനും ആടിനെ വളർത്തിയ ശേഷം ആ പ്രദേശത്തെ നിയമങ്ങൾ അനുസരിച്ച് വർഷാവസാനം ഉടമയ്ക്ക് പ്രതിഫലമായി ലഭിക്കുന്നത് ഒരാട്ടിൻകുട്ടിയെ മാത്രമാണ്. താമസിക്കാൻ സൗകര്യമില്ല. വീട്ടുകാർക്ക് കൃത്യമായി കുറഞ്ഞ ചിലവിന് നൽകി ജീവിച്ചു പോകുന്നൊരു മനുഷ്യൻ. പക്ഷേ അള്ളാഹുവിൻ്റെ സ്നേഹം നിറവേറ്റണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നു. അതിന് വ്യാജ നുസ്ക് കാർഡ് ഉണ്ടാക്കല്ലേ ചെയ്തത്. ഈ ഒരു മനുഷ്യൻ്റെ കഥ ഇത്തരത്തിലുള്ള വ്യാജ നുസ്ക് കാർഡ് എടുക്കാൻ ന്യായീകരിക്കുന്നവർ കേൾക്കണം. ഈ ഇച്ഛാശക്തി ഉപയോഗിച്ച് പണം കുറേശ്ശെ ലാഭിക്കാൻ തുടങ്ങിയ ഈ മനുഷ്യൻ ഏതാനും വർഷങ്ങളായിട്ട് അദ്ദേഹം ഏതാനും ആടുകളെ മേച്ചു. അത് വിറ്റ് പാസ്പോർട്ട് ഉണ്ടാക്കിയിട്ട്, പക്ഷേ കഷ്ടകാലം, ഉചിതമായ തുക നിക്ഷേപിക്കുന്നവരെ പാസ്പോർട്ട് എക്സ്പയർ ആകും. പാസ്പോർട്ടിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ. അങ്ങനെ പിന്മാറാതെ വീണ്ടും ആടിനെ നോക്കി തുടങ്ങി. അങ്ങനെ നീണ്ട 15 വർഷമായിട്ട് ആടുകളെ മേച്ച് സ്വരൂപിച്ച പണം കൊണ്ട് അവസാനത്തെ ചുവട് ഉംറക്ക് പണം എങ്ങനെയോ സ്വരൂപിച്ചു. അങ്ങനെ പുതിയൊരു പാസ്പോർട്ടും യാത്രാക്കൂലിയും ചെറിയ ഫീസും മാത്രം. ഹോട്ടൽ ഫീസില്ല. അദ്ദേഹം സമാഹരിച്ച തുക കുറഞ്ഞു പോയത് കൊണ്ട് ഒരു ഹജ്ജ് ഏജൻസി പാക്കേജിൻ്റെയും തുക പോലുമായില്ല. അങ്ങനെ ഒറ്റക്ക് പോകാൻ തീരുമാനിച്ചു. ബാബജി കഅബ സമീപത്ത് എവിടെയെങ്കിലും കിടക്കുമെന്ന് കണക്ക് കൂട്ടി ഹറമിൽ എവിടെയെങ്കിലും കിടക്കാം. അങ്ങനെ ഹിജ്റ 1444 റമദാൻ മാസത്തിൽ കഴിഞ്ഞ വർഷം ചരിത്രമെഴുതിയ അള്ളാഹുവിൻ്റെ സ്നേഹിതർ ഒത്തുകൂടി റമദാനിൽ മാത്രം ഉംറ നിർവഹിക്കുന്നതിനായി 50 ലക്ഷം ആളുകൾ സൗദി അറേബ്യയിലേക്ക് പോയതായിട്ട് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പാകിസ്ഥാനിലെ ഈ ബാബാജിയും ഇവരിൽ ഒരാളായിരുന്നു. എന്നാൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ആ മനുഷ്യൻ. കൂടെ ആളുകളില്ല, ഏജൻസിയില്ല, കുളിമുറിയോ വുദുവിൻ്റെയോ സ്ഥലമോ അറിയില്ല, അറബി ഭാഷ അറിയില്ല, ഉറുദു ഭാഷയായിട്ട് വിദൂര ബന്ധം പോലുമില്ല. പ്രാദേശിക ബലൂചി ഭാഷ മാത്രമേ ഈ മനുഷ്യൻക്കറിയൂ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഹറമൈനിയിൽ അനുവദനീയമായത് മതിയാകും. അടുത്തുള്ള കടയിൽ നിന്നൊരു കുപ്പി വെള്ളമെടുത്ത് വുദു ചെയ്തു. എല്ലാം താഴെ പോകുന്നു. പിന്നീട് ആരോ കാണിച്ചു. ഇദ്ദേഹത്തിൻ്റെ വേഷവും സംസാരവും പെരുമാറ്റവും എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. അബ്ദുൽ ഖാദർ എന്ന ഈ ബലൂച്ചി ഇടയൻ ബാബാജി. എല്ലാവരും ഓരോരുത്തരായിട്ട് ബാബാജി അബ്ദുൽ ഖാദറിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും അറബ് മാധ്യമങ്ങളിൽ നിന്ന് ഇൻ്റർനെറ്റ് ലോകത്തേക്ക് പ്രചരിക്കാൻ തുടങ്ങി. അദ്ദേഹം കാബയുടെ മുറ്റത്ത് നടക്കുന്ന ദൃശ്യം നിമിഷ നേരം കൊണ്ടാണ് വൈറലായത്. എന്നാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് മൊബൈലില്ലല്ലോ. ഭൂമിയുടെ ഉപരിതലത്തിൽ അറിയപ്പെടാത്ത എത്രയോ ആളുകൾ അള്ളാഹുവിന് വളരെ പരിചിതരും പ്രിയപ്പെട്ടവരുമാണെന്ന് നമ്മൾ ഓർക്കുക. ചിലപ്പോൾ ലോക ജനതയ്ക്ക് പ്രിയങ്കരനാകും. അല്ലെങ്കിലും ചില ആളുകളുണ്ട്, ഒരുപാട് ഉംറ നിർവഹിക്കുന്ന ആളുകൾ, പക്ഷേ പടച്ചറബിൻ്റെ മുന്നിൽ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇദ്ദേഹം ഒരു മാലാഖമാര് മനുഷ്യരായിട്ട് വന്നതാണെന്ന് ചില ആളുകൾ പറഞ്ഞു വരുത്താൻ തുടങ്ങി. ചില ആളുകൾ പറഞ്ഞു സ്വഹാബികളുടെ കാലഘട്ടത്തിലെ ആളുകളെ പോലെയാണ്. ഒരടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, സമ്മാനങ്ങൾ നൽകുന്നു, ചിത്രങ്ങളും വീഡിയോകളും എടുക്കുന്നു. പക്ഷേ അദ്ദേഹം ഒന്നും അറിയുന്നില്ല. അള്ളാഹുവിനോട് മാത്രം അടുപ്പമുള്ളൊരു മനുഷ്യൻ. അബ്ദുൽ ഖാദർ ബാബാജിക്ക് ചുറ്റുമുള്ള ആളുകളെ ഈ ചർച്ച രാജകൊട്ടാരത്തിലെ രാജകുടുംബങ്ങളിലേക്കും എത്തി. അങ്ങനെ ഒരു രാജകുമാരൻ വീഡിയോ സന്ദേശത്തിൽ ബാബാജിയെ കണ്ടെത്താൻ വാർത്ത അറിയിച്ചു. രാജകീയ പദവിയിൽ അതിഥിയാകാൻ കഴിയുമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇതൊന്നും അറിയാതെ ഈ ഇടയൻ അപ്പോഴും ബലൂച്ച് മണല കുഞ്ഞു കുടലിലേക്ക് തിരിച്ചുപോയിരുന്നു. ഹജ്ജിൻ്റെ ഉംറയും കഴിഞ്ഞിട്ട് അവസാനം പാകിസ്ഥാൻകാരനാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി. സൗദിയിലേക്ക് ക്ഷണം നൽകി. അതിഥിയെ രാജകീയമായി പരിഗണിക്കാമെന്നായിരുന്നു അറിയിപ്പ്. അങ്ങനെ സർക്കാർ മാനേജ്മെൻറ്റ് കീഴിൽ കഴിഞ്ഞ വർഷം ഹജ്ജ് തീർത്ഥാടനായിട്ട് ഈ മനുഷ്യൻ പോയി. അല്ലാഹു അക്ബർ. ഒരു യാചകൻ സ്നേഹത്തിൻ്റെ നദിയിൽ മുങ്ങാൻ ആഗ്രഹിച്ചുവെങ്കിലും അള്ളാഹു അവനെ അതിഥിയായിട്ട് സ്വീകരിക്കുന്നു. കഅബ സന്ദർശിക്കാനും ലോകത്തിൻ്റെ കാരുണ്യം ഹബീബായ നബിയുടെ ആ മദീന സന്ദർശിക്കാനും ആ മനുഷ്യർക്ക് അള്ളാഹു സൗകര്യം ചെയ്തു കൊടുക്കാൻ. നോക്ക്, ഒരു വ്യാജനസിൻ്റെയും ആവശ്യമില്ലാതെ നല്ല മനുഷ്യൻ്റെ ഉദ്ദേശം ശരിയാണോ? ആ മനുഷ്യനെ അള്ളാഹു അതിഥിയായിട്ട്, സൗദിയുടെ സർക്കാർ അതിഥിയായിട്ട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്.
മാഷാ അല്ലാഹ് നല്ലൊരു മനുഷ്യൻ്റെ ഒരു ചരിത്രം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഹജ്ജും ഉംറയൊക്കെ മക്ബൂലായി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും. തണലായി നിൽക്കുന്നേ സംസം പകർന്നിടാൻ വിനയിലരാവിൽ നജുമുകളാകെ മിന്നിയുണർന്നിടും നോട്ടം ജംറയിലാക്കിയിടും നേട്ടമുണ്ട് കിനാച്ചൂടും നിറമിഴി മധുപൊഴിയും അജ്മലു ഖൽഖിൻ നബി സവിധത്തിൽ നല്ല സലാം പറഞ്ഞിടാൻ അതബിലലിഞ്ഞ ജബുകളത്